ഒരിടത്തൊരിടത്ത് ഒരു മനോഹരമായ ഗ്രാമം ഉണ്ടായിരുന്നു. കൃഷിയും കന്നുകാലികളെ വളർത്തലുമൊക്കെ ആയിരുന്നു ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ പ്രധാന ജോലി. ആ ഗ്രാമത്തിൽ അലസനും കുസൃതിക്കുട്ടനുമായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ പേര് രാമു എന്നാണ്. നമ്മുടെ രാമുവിൻ്റെ കുടുംബത്തിൻ്റെ തൊഴിൽ ആട് വളർത്തലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാമനോട് അച്ഛൻ പറഞ്ഞു, നീ ഇനി മുതൽ ആടുകളെ മേയ്ക്കാൻ കുന്നഞ്ചേരൂർ പോകണം. മടിയനായ രാമുവിന് പോവാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അടുത്ത ദിവസം മുതൽ ആടുകളെയും കൊണ്ട് കുന്നഞ്ചേരുവിൽ പോയി. ആദ്യത്തെ 1-2 ദിവസം അവൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കോലം ഉണ്ടാക്കി, അവൻ്റെ തന്നെ കുപ്പായം പോലെ കുപ്പായമൊക്കെ ഇട്ട് ഒരു കോലം. പിന്നെ അവനിങ്ങനെ നോക്കി, ആടുകളെ നോക്കി വല്ലാണ്ട് മുഷിഞ്ഞു അവൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അവനൊരു കുസൃതി തോന്നി. അവൻ എന്താ ചെയ്തതെന്നറിയോ? അയ്യോ, പുലി വരുന്നേ, ഓടിവായോ, എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൃഷിക്കാർ അവനെ രക്ഷിക്കാൻ ഓടിയെത്തി. അവർ വന്ന് നോക്കിയപ്പോഴോ അവൻ പൊട്ടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെയൊക്കെ പറ്റിച്ചതാണ്, ഇവിടെ പുലിയൊന്നും വന്നിട്ടില്ല. പറ്റിക്കപ്പെട്ട കൃഷിക്കാർ അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആട് മേയ്ക്കാൻ വന്ന അവന് ഒന്നുകൂടി ആ കൃഷിക്കാരെ പറ്റിക്കണമെന്ന് തോന്നി. അവൻ ഉടനെ തന്നെ പുലി വരുന്നേ, പുലി വരുന്നേ, രക്ഷിക്കണേ എന്ന് ഉറച്ച് വിളിച്ചു പറഞ്ഞു. ഒരു സംശയത്തോടെ ആണെങ്കിലും കൃഷിക്കാർ വീണ്ടും അവൻ്റെ വിളി കേട്ടപ്പോൾ അപ്പോൾ തന്നെ ഓടിയെത്തി. അപ്പോഴോ രാമു വീണ്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അയ്യേ, ഞാൻ നിങ്ങളെ വീണ്ടും പറ്റിച്ചേ എന്നൊരു പറച്ചിലും കൂടി. കൃഷിക്കാർക്ക് ഇത്തവണ നല്ല ദേഷ്യം വന്നു. അവനെ കുറേ ശകാരിച്ചതിന് ശേഷം അവർ വീണ്ടും വയലിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോയി. അവന് ചെയ്ത തെറ്റിൻ്റെ ആഴം അറിയില്ലായിരുന്നു. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. രാമു മരച്ചുവട്ടിലിരുന്ന് ആടുകളെ മേയാൻ വിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു പുലി പാഞ്ഞു വന്നു. രാമു ഭയന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഉച്ചത്തിൽ അലറി, അയ്യോ രക്ഷിക്കണേ, പുലി വന്നിട്ടുണ്ടേ, രക്ഷിക്കണേ, ഇത്തവണ സത്യമാണ്. കൃഷിക്കാർ അവൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും പറ്റിക്കപ്പെടുമെന്ന് വിചാരിച്ച് ആരും അങ്ങോട്ട് നോക്കിയില്ല. രാമുവിൻ്റെ ആടുകളെ പുലി ഓടിച്ചു. ഭയന്ന് അവനും ഓടി. ആരും സഹായിക്കാൻ പോയില്ല. എല്ലാവരും പറഞ്ഞു, അവൻ ചുമ്മാ നമ്മളെ പറ്റിക്കുന്നതാ, കുറച്ച് സമയം കഴിയുമ്പോൾ അവൻ തനിയെ നിർത്തിക്കോളും. അവസാനം എന്തായി? പുലി അവനെയും തിന്നു. നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചാൽ പതിയെ പതിയെ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരാവശ്യം വരുമ്പോൾ ആരും നമ്മളെ വിശ്വസിക്കാനും സഹായിക്കാനും ഉണ്ടാവില്ല. ആരെയും വെറുതെ കള്ളം പറഞ്ഞ് പറ്റിക്കാതെ ഇരിക്കുക. കള്ളം പറയുന്നവർ പറയുന്ന സത്യം ആരും തന്നെ വിശ്വസിക്കില്ല.